വേദപുസ്തകത്തിലൊരു വചനമുണ്ട്, സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാപാർക്കും, ഉഷസ്സിലോ ആനന്ദഘോഷം. സന്ധ്യയെങ്കിൽ കരച്ചിൽ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം തീരാറാകുമ്പോൾ കരച്ചിലും ദുഃഖവും ഒന്നും കണ്ടില്ലെന്ന് പകല്. പലതും പ്രതീക്ഷിച്ചു, പല നന്മകൾ പ്രതീക്ഷിച്ചു. ഇന്നൊരു ദൈവപ്രവൃത്തി വെളിപ്പെടുന്ന വിചാരിച്ച് കണ്ടില്ല. ഒരു കരച്ചിൽ വന്ന് രാപാർക്കും, എന്നാൽ ഉഷസ്സിലോ ആനന്ദഘോഷം. അങ്ങനെയാണ് 12 AM എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോൾ നീ ചിന്തിച്ചോ, ഒരു പുതിയ പ്രവൃത്തി ദൈവം നിനക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞ് എനിക്കറിയത്തില്ല ആരോടുള്ള സന്ദേശമാണ്. സന്ധ്യയെങ്കിൽ കരച്ചിൽ. ഇതുവരെ കണ്ടത് പ്രതികൂലമാണെങ്കിൽ, ഇതുവരെ പ്രതിസന്ധിയൊക്കെയാണെങ്കിൽ ഒരു സന്തോഷം നിനക്ക് തരാൻ പോകും. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ ദാവീദ് എഴുന്നേറ്റ് പറയുന്നത് ഇങ്ങനെയാണ്, ദിസ് ഈസ് ദ ഡേ ദാറ്റ് ദ ലോർഡ് ഹാസ് മെയ്ഡ്, വി വിൽ റിജോയ്സ് ആൻഡ് ബി ഗ്ലാഡ് ഇൻ ഇറ്റ്. ഇന്ന് യഹോവ ഉണ്ടാക്കിയ ദിവസം. എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഓരോ ദിവസവും. ഇന്നലെ ഞാൻ കണ്ടില്ല നന്മ, ഇന്നലെ ശത്രു എന്നെ നിരാശപ്പെടുത്തി, എൻ്റെ ദൈവം മൗനമായിരുന്നു. എൻ്റെ ദൈവം മൗനമായിരിക്കുന്നത് എന്തിനാണെന്നറിയാവോ? പിണങ്ങിയിരിക്കുകയല്ല നിന്നോട്, നിൻ്റെ വിശ്വാസത്തെ ടെസ്റ്റ് ചെയ്യുക. നീ ഒടുവരെ വിശ്വസിക്കുമോ? ഞാൻ എപ്പോഴും പറയും, 12 മണിക്കാണ് നിൻ്റെ വീട് നടക്കണ്ടെങ്കിൽ 11:59 വരെ ദൈവം വെയിറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് ദൈവം ഒരു പ്രവൃത്തിയുണ്ട്. അബ്രഹാം ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഇസ്ഹാക്ക് ചോദിക്കുന്ന ചോദ്യമുണ്ട്. അപ്പോൾ അവരെ കൊണ്ട് തീയുണ്ട് പോമെന്നാണ് ആടെന്തി ഹോവ കരുതിക്കൊള്ളു. എവിടെ കരുതി? കണ്ടോ, എൻഡിൽ താൻ വാൾ ഉയർത്തുമ്പോഴാണ് കൊമ്പിൽ കുരുക്കിയുള്ള ആട്ടുകൊറ്റൻ വെളിപ്പെടുന്നത്. അതുകൊണ്ട് ആ കരച്ചിലും സങ്കടവും ആ നിലവിളിയും ദുഃഖമൊക്കെ മാറാൻ പോകട്ടോ. ഒരു നല്ല പ്രഭാതം നിന്നെ കാത്തിരിക്കുന്നു. ദൈവശബ്ദമായിട്ട് വേണം ഏറ്റെടുക്കാം. പ്രവചന ശബ്ദമായിട്ട്, നെഗറ്റീവ് ഒന്നുമല്ല ഞങ്ങൾ പറയുന്നു. ഒരാമയും പറഞ്ഞെടുക്കാവുന്നതേ ഉള്ളൂ, സന്തോഷത്തോട്. അത് ആശ്വാസത്തിനാണ് പ്രവചനം, പ്രബോധനമാണ്, ആത്മീയ വർധനവാണ്. ഇന്ന് ഞാൻ പരിശുദ്ധമായി നിന്നെ നോക്കി പ്രവചിക്കുക. നിന്റെ അസ്ഥി താഴ്വരകൾ സൈന്യമാകാൻ പോവുക, ചലിക്കാൻ പോവുക, ജീവൻ വെക്കാൻ പോവുക, ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോവുക. അപ്പം ആ കരച്ചിലിനൊരു സമയമുണ്ട്. ഒരു സാധനത്തിന് എക്സ്പയറി ഡേറ്റ് ഉള്ള പോലെ അതിനപ്പുറം തൊടാൻ പറ്റത്തില്ല. ജോസഫേ, ദൈവം നിശ്ചയിച്ച സമയത്തിനപ്പുറം തന്നെ അവനെ തടവിലാക്കാനൊക്കെ പറ്റില്ല. ദൈവത്തിൻ്റെ ടൈമിനപ്പുറത്ത് പോകാനൊക്കെ. എനിക്കൂടെ പരിശുദ്ധമായ ചില കാര്യങ്ങൾ പറയുന്നു. ഇന്നലെ വിളിച്ച് കരഞ്ഞ് ഉപവസിച്ചിട്ടും കാണാത്ത വിഷയങ്ങളുടെ മേൽ, അയ്യോ എൻ്റെ ജീവിതത്തിൽ മാത്രം ഒന്നും കാണുന്നില്ല, നീ ഭാരപ്പെട്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ സമയത്ത് വെയിറ്റ് ചെയ്തോ, ഒരു സന്തോഷത്തിൻ്റെ പ്രഭാതം നിനക്ക് വേണ്ടി വെളിപ്പെടാൻ പോകും. ദൈവം ഞാൻ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നു, പ്രവചിക്കുന്നു. ജീവിതത്തിൽ സംഭവിക്കട്ടെ. ആമേൻ.